നമസ്കാരം. പ്രിൻസിപ്പൽ എമൗണ്ട് സേഫ് ആക്കിക്കൊണ്ട് തന്നെ പ്രതിമാസം 17,375 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതെ, ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രതിമാസ വരുമാന പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന് ടെൻഷൻ ഇല്ല, ഡെയിലി മോണിറ്ററിംഗ് ഇല്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുമോ എന്ന തരത്തിലുള്ള യാതൊരു ടെൻഷനും ആവശ്യമില്ല. പ്രതിമാസം 17,375 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താനുള്ള ഒരു അവസരത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് നേടുന്നത് എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് സേഫ് ആക്കിക്കൊണ്ട് പ്രതിമാസം വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉതകുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഇത്. ബാങ്ക് ഓഫ് ബറോഡ പ്രതിമാസ വരുമാന പദ്ധതിയുടെ ഏറ്റവും പുതിയ പലിശ നിരക്ക് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെ 17,000 രൂപ ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് പ്രതിമാസം ലഭിക്കുന്നത്? എന്തൊക്കെ യോഗ്യതാ മാനദണ്ഡങ്ങളാണ് ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ളത്? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ബോസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. ഇന്നത്തെ ഒരു മാർക്കറ്റ് സാഹചര്യത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സേഫ്റ്റിയും മറ്റൊന്ന് കൺസിസ്റ്റൻസിയാണ്. അതായത് സുരക്ഷിതത്വവും തുടർച്ചയും. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം വളരെ വലിയ റിട്ടേൺ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ അതിനോട് വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്കിന് ആനുപാതികമായിട്ടാണ് നിൽക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകാം, താഴോട്ട് പോകാം. ഈ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസിന് അനുസരിച്ചായിരിക്കും പലപ്പോഴും ആളുകൾക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് റിട്ടേൺ ലഭിക്കുന്നത്. അതേ സമയത്ത് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മാറ്ററിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വിട്ടുകൊണ്ട് ഇതുപോലുള്ള ബാങ്കുകൾ നൽകുന്ന പ്രതിമാസ വരുമാന പദ്ധതി പോലെയുള്ള സ്കീമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രതിമാസ വരുമാനം എന്ന് പോലെയുള്ള അല്ലെങ്കിൽ സാലറി പോലെയുള്ള ഒരു പേ ഔട്ട് ഒന്നും നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ബാങ്ക് ഓഫ് ബറോഡ മന്ത്ലി ഇൻകം പ്ലാൻ എന്ന് പറയുന്ന ഒരു സ്കീം ഇപ്പോൾ കൂടുതൽ പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 17,375 രൂപ യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇല്ലാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്ന്. ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ FDയുടെ മറ്റൊരു വേരിയന്റ് തന്നെയാണ്. സാധാരണ FDകൾ പേ ഔട്ട് ചെയ്യുന്നത് അക്യുമുലേറ്റഡ് ആയിട്ട് ഒരു മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ, ഈ ബാങ്ക് ഓഫ് ബറോഡയുടെ FD പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മാസവും നിങ്ങൾക്ക് പേ ഔട്ടായി ലഭിക്കുന്നു. അതായത് നിങ്ങൾ കൊടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, നിങ്ങൾ എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് ആണോ FDയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അതിന്റെ പലിശ നിരക്ക് ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് അക്കൗണ്ട് ആണോ കൊടുക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും ഒരു സാലറി എന്ന പോലെ നിക്ഷേപിക്കപ്പെടുന്നു. സാധാരണ FDകളിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എന്തെങ്കിലും വരുമാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു ബാങ്ക് ഓഫ് ബറോഡയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ, ഈ ഒരു പ്രത്യേക സ്കീമുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നമുക്ക് അത്തരത്തിൽ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ഒരു റെഗുലർ ക്യാഷ് ഫ്ലോ ഇവിടെ ഉണ്ടാകുന്നു. ഇതുകൊണ്ട് പല സെക്ടറിലെ ആളുകൾക്കും പല ഗുണങ്ങളും ഉണ്ടാകും. അതായത് ഉദാഹരണത്തിന് റിട്ടയർ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഫ്രീലാൻസ് ജോലികളും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, സ്ഥിര വരുമാനം ഇല്ലാത്ത പക്ഷെ സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഹോം മേക്കേഴ്സ് അതായത് വീട്ടമ്മമാർക്ക്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആഗ്രഹിക്കുന്ന ഏതൊരാളുകൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് ഈ ഒരു സ്കീമിലൂടെ ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ഇപ്പോൾ കൂടുതൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ റിസ്ക് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു അപ്പറ്റൈറ്റ് കുറവാണ്. ഈ അപ്പറ്റൈറ്റ് കുറഞ്ഞ ആളുകൾ സ്വാഭാവികമായിട്ടും പോകുന്നത് ഇത്തരത്തിലുള്ള, അതായത് ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള പ്രതിമാസ വരുമാനം നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് തരുന്ന ഓപ്ഷനുകളെയാണ്. അതുപോലെ തന്നെ പ്രതിമാസം നമുക്കൊരു വരുമാനം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്ര എമൗണ്ട് ആണ് നമുക്കൊരു മാസം ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് വരുന്നത് എന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ FD ഇട്ടത് ആ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടലി സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡ പ്രതിമാസ വരുമാന പദ്ധതിയിലേക്ക് ആവശ്യമായിട്ടുള്ള, ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള യോഗ്യത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ കാണാം, ഏറ്റവും മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എന്ന് പറയുന്നത് 1000 രൂപയാണ്. അത് 100 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 1 വർഷം മുതൽ 10 വർഷം വരെയുള്ള കാലയളവിലേക്കാണ് നമുക്ക് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയുടെ 95% ലോൺ അവൈലബിൾ ആണ്. ഇതിന്റെ സേഫ്റ്റിയെ കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇത് സോവറിൻ ഗ്രേഡ് ഹൈ ആണ്. അതായത് പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലെങ്കിൽ DICGC ഇൻഷുർഡ് ആണ്. മാത്രമല്ല സീനിയർ സിറ്റിസൺസിന് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ബെനിഫിറ്റും അവൈലബിൾ ആണ്. കൂടാതെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സൂപ്പർ സീനിയേഴ്സിനും സ്പെഷ്യൽ ബെനിഫിറ്റ് അവൈലബിൾ ആണ്.
ആണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ അവരുടെ സ്പെഷ്യൽ ഫ്ലാഗ്ഷിപ്പ് വിൻഡോ നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ബോബ് സ്ക്വയർ ഡ്രൈവ് ഡെപ്പോസിറ്റ് സ്കീമാണ്. ഇത് 444 ദിവസത്തെ ഒരു പ്ലാൻ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 3 കോടി രൂപയ്ക്ക് താഴെയുള്ള ഡെപ്പോസിറ്റിന് ലഭിക്കുന്ന പലിശ നിരക്ക് എങ്ങനെയാണ് വിവിധ സ്കീമുകളിൽ ബാങ്ക് ഓഫ് ബറോഡ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമുക്ക് 4 കോളം കാണാം. ഒന്ന് കാറ്റഗറി ടെന്യൂർ, ജനറൽ പബ്ലിക്, സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ. കാറ്റഗറി പരിശോധിക്കുകയാണെങ്കിൽ 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള കാലയളവിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ജനറൽ പബ്ലിക്കിന്, അതായത് സാധാരണ ആളുകൾക്ക് 6.25% പലിശ നിരക്ക് ലഭിക്കുന്നത് പ്രതിവർഷം. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക്, സീനിയർ സിറ്റിസൺസിന് 1 വർഷം 6.75% പലിശ നിരക്കും, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺസിന് 1 വർഷം 6.85% പലിശ നിരക്ക് ലഭിക്കുന്നു. ഇത് 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള കാലയളവിലുള്ള ഡെപ്പോസിറ്റിനാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബോബ് സ്ക്വയർ ഡ്രൈവ്, അതായത് ബാങ്ക് ഓഫ് ബറോഡ സ്ക്വയർ ഡ്രൈവ് 404 ദിവസത്തെ ഫ്ലാഗ്ഷിപ്പിന് ലഭിക്കുന്നത് ജനറൽ പബ്ലിക്കിന് 6.45% പലിശ നിരക്കും, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് 6.95% പലിശ നിരക്കും, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺസിന് 7.05% പലിശ നിരക്കുമാണ്. ഇനി 5 മുതൽ 10 വർഷത്തേക്കുള്ള കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന ജനറൽ പബ്ലിക്കിന് 6% പലിശ നിരക്കും, സീനിയർ സിറ്റിസൺസിന് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിന് 7% പലിശ നിരക്കും, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിനും 7% പലിശ നിരക്കുമാണ് ലഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്വാഭാവികമായും സംശയം ഉണ്ടാകും. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 17,375 രൂപ പ്രതിമാസം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ആ ഒരു കണക്ക് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. സോ പീക്ക് 444 ഡേയ്സ് റേറ്റ്സിലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒരു മന്ത്ലി ഇൻകം എസ്റ്റിമേഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ 3 കോളം നിങ്ങൾക്ക് കാണാം. ഒന്ന് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, ജനറൽ പബ്ലിക്കിൽ ലഭിക്കുന്ന എമൗണ്ട്, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിൽ ലഭിക്കുന്ന എമൗണ്ട്. ജനറൽ പബ്ലിക്കിന് ഇവിടെ 6.45% പ്രതിവർഷ പലിശ നിരക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് ഇപ്പോൾ കിട്ടുന്നത് 6.95% പ്രതിവർഷം. സോ 1 ലക്ഷം രൂപയാണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ ജനറൽ പബ്ലിക്കിന് ലഭിക്കുന്നത് 538 രൂപയും സീനിയർ സിറ്റിസൺസിന് ലഭിക്കുന്നത് 579 രൂപയുമാണ്. ഇനി 5 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 2,690 രൂപ ജനറൽ പബ്ലിക്കിന് ലഭിക്കുന്നു, 2,895 രൂപ സീനിയർ സിറ്റിസൺസിനും ലഭിക്കുന്നു. ഇനി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപയാണെങ്കിൽ ജനറൽ പബ്ലിക്കിന് 5,380 രൂപയും സീനിയർ സിറ്റിസൺസിന് 5,791 രൂപയും. 20 ലക്ഷമാണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നൽകുന്നതെങ്കിൽ 10,760 രൂപ ജനറൽ പബ്ലിക്കിനും 11,582 രൂപ സീനിയർ സിറ്റിസൺസിന് ലഭിക്കുന്നു. 30 ലക്ഷം രൂപയാണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ലഭിക്കുന്നതെങ്കിൽ ജനറൽ പബ്ലിക്കിന് 16,140 രൂപ, സീനിയർ സിറ്റിസൺസിന് 17,375 രൂപ. ഇനി 1 കോടി രൂപ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിക്ഷേപിക്കാൻ സാധ്യമാവുകയാണെങ്കിൽ 53,800 രൂപ ജനറൽ പബ്ലിക്കിന് ഒരു മാസം ലഭിക്കുകയും സീനിയർ സിറ്റിസൺസിന് 57,915 രൂപ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ടാക്സിനത്തിൽ പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. ഈ ബാങ്കിന്റെ സിസ്റ്റം പരിശോധിക്കുന്ന സമയത്ത് ആനുവൽ ത്രഷോൾഡ്, അതായത് പലിശ നിരക്കിൽ ലഭിക്കുന്ന ഒരു ആനുവൽ ത്രഷോൾഡ്, ആ ലിമിറ്റ് വിട്ടുപോകുന്ന സമയത്താണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സോ ഇതിന്റെ TDS ത്രഷോൾഡും എക്സംഷനും നമുക്ക് നോക്കാം. 60 വയസ്സിന് താഴെ പ്രായമുള്ള ജനറൽ പബ്ലിക്കിന് 40,000 രൂപ വരെ TDS ആനുവൽ ഫ്രീ ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 0% TDSന് സബ്മിറ്റ് ചെയ്യേണ്ട ഫോം 15G ആണ് ജനറൽ പബ്ലിക്കിന്. ഇനി സീനിയർ സിറ്റിസൺസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പ്രതിവർഷ TDS ആനുവൽ ഫ്രീ ലിമിറ്റ് 50,000 രൂപയാണ്. ഫോം 15H ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നിങ്ങളുടെ മൊത്തം ടാക്സബിൾ ആയിട്ടുള്ള പ്രതിവർഷ വരുമാനം ഈ ഒരു ലിമിറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ജനറൽ സിറ്റിസൺ ആണെങ്കിൽ ഫോം 15Gയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഫോം 15Hഉം സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഇത് ചെയ്യുന്നതിന്റെ ഗുണം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മന്ത്ലി ഇൻകം പ്ലാൻ യാതൊരു തരത്തിലും മാറ്റം വരില്ല. എൻറ്റയർ എമൗണ്ടിൽ നിന്നും ഒരു കാശ് പോലും ടാക്സ് ഇനത്തിൽ പോവാതെ മൊത്തമായി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ ഈ ഒരു മന്ത്ലി ഇൻകം സ്കീം പ്രകാരമുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അത് നിങ്ങൾ BOB വേൾഡ് മൊബൈൽ ബാങ്കിംഗ് ആപ്പിലോ അതല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങിലോ പോവുക. അതിനുശേഷം സേവ് ആൻഡ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടേം ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ എമൗണ്ട് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം മന്ത്ലി ഇൻകം പ്ലാൻ പേ ഓഫ് ഫ്രീക്വൻസി MIP സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ടെന്യൂർ, നിങ്ങൾ ഏത് കാലയളവിലേക്കാണ് നിങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാം. ഇത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ. സോ പ്രതിമാസം ഒരു നിശ്ചിത വരുമാനം ലഭിക്കണം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ടെൻഷനോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വോളറ്റാലിറ്റിയോ ഇതൊന്നും ബാധിക്കാതെ വളരെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഒരു പ്രതിമാസ വരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ മന്ത്ലി ഇൻകം പ്ലാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.
ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.